അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു സ്വാഗതം. അപ്പം നമ്മൾ എല്ലാവർക്കും കുറച്ച് ഡൗട്ടും എന്താ പറയുക, ചിലർക്ക് അറിയാൻ കൂടിയില്ല ഇതിനെ കുറിച്ചിട്ട്. എന്താ വെച്ചാൽ പറയട്ടെ, നമ്മുടെ ബ്ലോഗ് ഷൂട്ടിലത്തെ സൈബർ ക്വസ്റ്റ്യൻ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സൈബർ ക്വസ്റ്റ്യൻ. എനിക്ക് ലെവലും ആയിട്ടുണ്ട് മണിയും ആയിട്ടുണ്ട്. പിന്നെ നേരെ പോയി കൊന്നാൽ മതി മറ്റേ സൈബറിനെ മറ്റേ ക്വസ്റ്റൊക്കെ ചെയ്തിട്ട്. അപ്പം ഇതിന് വേണ്ടി നമുക്ക് ജംഗിൾ വരുന്നു പോകണം ഗീസ്. അത് നമ്മൾ ലോഡിനാവട്ടെ ലോഡ് കുറച്ച് ടൈം എടുക്കും ലോഡായി വരാൻ. സോ ഗൈസ്, ലൈക്ക് ചെയ്യാണ്ടാരും കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൽ ന്യൂ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല പ്ലീസ്. ഓക്കെ, നമ്മൾ ഈ ഡ്രാഗനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? എന്താ പറയുക, ഇതൊരു ഗെയിമാണ്. അപ്പം അതിൻ്റെ ഡിസ്റ്റൻസിൽ ഇവർ 50,000 റോബോട്ട്സൊക്കെ പറഞ്ഞാൽ എന്തോരം ഉണ്ടാവില്ലേ? വിചാരിച്ചുള്ളൂ നമ്മൾ കണക്റ്റ് എപ്പോൾ കയറിയാലും ഇതന്നെ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ. അതുപോലെ ഇപ്പം അല്ല ഗൈസ്. പിന്നെ ഈ സൈബർ ക്വസ്റ്റ്യൻ ഈസിയാണ്, ഈസിയല്ല ഹാർഡും അല്ല, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ ഇത് ഇപ്പം നിങ്ങൾ ലൈറ്റ് യൂസേഴ്സ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലോണം യൂസ് ആവും. സൈബർ എക്സ്പേർട്ടിൻ്റെ ഇത് ഭയങ്കര ഈസി. പക്ഷെ നമ്മൾ നമ്മളവിടെ ജംഗിളിൽ കോമ്പനി സെറ്റ് ചെയ്യുന്ന നേരെ ബാക്കിൽ കുറച്ചുകൂടി നീരിലേക്ക് ഞാൻ ബ്ലോക്ക് ഇട്ട് അന്നേക്കും കൂടില്ല. കാരണം നമ്മൾ ബുദ്ധി യൂസ് ചെയ്യണം. അഞ്ചിൽ കഴിച്ച് നമ്മൾ ബുദ്ധി എടുക്കും യൂസ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണം നമ്മുടെ ഓരോ പുതിയ വീഡിയോ ഞാൻ വിചാരിച്ചത് ഈ ബുദ്ധമല്ല നല്ലതാണ്. പിന്നെ ഈ ബുദ്ധ സ്റ്റോറി ഒട്ടും കൊള്ളില്ലായി. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാം. ഇവിടെ ഒരു ടാഗ് ഉണ്ടാവും, ഇത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ടുണ്ടല്ലോ ഇവിടെ ഈ ട്രീ ഉണ്ടോ, അവിടുന്ന് ഈ ചെസ്റ്റിൻ്റെ എടുക്കുന്ന ട്രീയിലും ഉണ്ടാവും. ഇത് അമർത്തണം. പിന്നെ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ബുഷ് ഉണ്ടാവും. ബുഷിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതുണ്ടാവും. നീ നമ്മൾ മങ്കയിലേക്ക് ബാക്കി ഇനി അടുത്ത മങ്കയിലേക്ക് ഇവിടുത്തെ ഇതുണ്ടാവും. ഈ കുറിയിലെ വന്ന അതിന് അവൻ പൈസ എടുക്കണം നേരെ. പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ആക്ടിവേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ക്വസ്റ്റ് ചെയ്യണ സ്ഥലമില്ലേ, ക്വസ്റ്റ് എടുക്കണ ആൾക്കാർ ഇവിടെ ക്വസ്റ്റ് എടുക്കുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഈ കളർ വന്നിട്ട് ബ്ലെൻഡ് ആക്കുന്നുണ്ട്. ഇനി അപ്പം അതേ ഇവിടുത്തെ ഒരു സീക്രട്ട് റൂം ഓപ്പൺ ഇതിലേക്ക് പോവാം.
ഇതിലേക്ക് പോയിട്ട് ഒരു ടോർച്ചെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താണ് ഇത് വായിച്ചാൽ ലാൻഡ് ഓഫ് പിന്നെ അവിടെ ഒരു വീടുണ്ട്. പിന്നെ നോ ഡാർക്ക് ആൻഡ് ഗ്രീന്. പിന്നെ ബ്രിങ് ലൈറ്റ് വിത്തിൻ. അതൊരു കടങ്ങാണ്. നമുക്കിത് ടോർച്ച് ഇട്ടിട്ട് ഇവിടെ വെക്കാം. ടോർച്ച് ഇട്ടിട്ട് നമ്മ എവിടൊക്കെ പോകണം? നമ്മുടെ എന്തായാലും ബോട്ട് എടുത്തിട്ട് പോവാം. ഇനി നേരെ നമ്മൾ പോകേണ്ടത് ഡെസേർട്ടിലേക്കാണ്. ഡെസേർട്ട് പിന്നെ നമ്മൾക്ക് ഇൻസ്നിക്ക് എടുക്കൂട്ടോ. നമ്മൾ അതിനൊരു എത്ര ആക്കി വെച്ചത് പൈസ. എൻ്റെ പൈസ ഉണ്ടാക്കുന്ന എനിക്ക് കൊണ്ടുപോകാം. സേബർ കോസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഇൻസ്നിക്ക് എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ലെവലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇൻസ്നിക്ക് എടുക്കാൻ 300+ ലെവൽ ഉള്ളവർക്ക് മാത്രമേ ഇൻസ്നിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഗ്രൈൻഡിങ് ആയിരുന്നു. പൈററ്റിൻ്റെ തൊട്ടെത്തുന്നുണ്ട് ഡെസേർട്ട്. അതുകൊണ്ട് ണ്ടല്ല നമ്മൾ അവിടെ ഒരു വീടുണ്ട്. എന്താ പറയുക, ഡിയാസ്റ്റർ വന്ന് നശിച്ചു പോയ ഒരു വീടുണ്ട്. ആ വീട്ടിനുള്ളിൽ ടോർച്ച് കൊണ്ടുപോകും. ടോർച്ച് കൊണ്ടുപോയിട്ട് എന്താ പറയുക, ആ ടോർച്ച് കൊണ്ടുപോവാം. ടോർച്ച് കൊണ്ടുപോയിട്ട് അവിടെ ഒരു എന്താ പറയുക, ഒരു വുഡിൻ്റെ ഡോറുണ്ടാവും. അത് ബേസിക്കലി നമ്മൾ കത്തിക്കണം. ഇത് വെച്ചിട്ട് കത്തിക്കണം. കത്തിച്ച് കഴിയുമ്പോൾ അയ്യോ അതിൻ്റെ മെയിൻ ഈ വീട് കണ്ട നമ്മൾ ഡെസേർട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഈ വീട്, ഈ ടോർച്ച് കൊണ്ട് ഈ വീട്ടിൽ കഴിയുമ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ ഇതിങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞത് അതെ ഈ സാധനം ഇത് കത്തിക്കണം. ഇത് കൊണ്ടിട്ട് പവർ യൂസ് ചെയ്യില്ല. ഈ കപ്പ് നമ്മൾ എടുത്തിട്ട് എവിടെ ഫ്രോസൺ വില്ലേജിലേക്ക് കൊണ്ടുപോകണം. ഫ്രോസൺ വില്ലേജിൽ പോവാൻ നമ്മുടെ ജംഗലിൻ്റെ അടുത്ത് പോയാണ്. ജംഗലിൻ്റെ അടുത്ത് പോവാൻ ക്ലോസറ്റിൽ പോയാണ്. നമുക്ക് ക്ലോസറ്റിൽ പോകാം. നമ്മൾ ക്ലോസറ്റിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഈ കപ്പെടുത്തിട്ടുണ്ടല്ല അവിടെ മറ്റേ കേവില്ലേ, നമ്മ എബിലിറ്റീസ് ഒക്കെ വാങ്ങിക്കണം. അങ്ങോട്ട് പോവാ. അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഒരു ട്രിപ്പ് സ്റ്റോൺ, ഒരു ഐസ് ട്രിപ്പ് സ്റ്റോൺ ഉണ്ടാവും. അവിടുന്ന് വെള്ളം വെള്ളം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പൈററ്റിലേക്ക് പോകും. പൈററ്റിലേക്ക് ഇവിടെ നമ്മൾ വെള്ളം എടുത്തിട്ട് ഈ കപ്പിൻ്റെ ഇവിടുത്തെ സിക്ക് മാൻ ഉണ്ടല്ലേ, ആ സിക്ക് മാനിന് കൊണ്ടുപോയി കൊടുക്കണം. കാണിച്ചു തരാം. ഇവിടെ കയറാം. എന്നിട്ട് ഇവിടെ നേരെ കണ്ടപ്പോ ഈ കപ്പില്ലേ ഇവിടെയുള്ള ഇതിൻ്റെ ഉള്ളില് സിക്ക്മാൻ ഇവന് കൊണ്ടു കൊടുക്കാം. ഹെൽപ്പ് കൊണ്ടു എന്നിട്ട് മീറ്റപ്പ് സണ്ണി വരത്തില്ല. നേരെ നമ്മുടെ സ്റ്റാമിന ഒന്ന് കൂടാൻ
പൈസ ഇങ്ങനെ ചെലവാകും. ഇത് കഴിഞ്ഞ് നമുക്ക് അപ്പം സ്കൈലൈനിലൊക്കെ പോവാണ്. പിന്നെ പറ്റില്ലേ പോകണം. അവിടുത്തെ ചെസ്റ്റ് എടുക്കാൻ നോക്കണം. കാരണം നമുക്ക് ഇനി പൈസ കറക്റ്റ് 750 ചെയ്തിട്ട് അതിന് കൂടാനോ കുറയാനോ പാടില്ല. ഞാനതൊക്കെ ഇന്നലെ കാണിക്കുന്നില്ലേ ഒരു ലിവിങ് സ്കെൽട്ടൺ ഗ്രൈൻഡിങ് ബ്ലോക്സ് ഉണ്ട് മാഗ്മ വില്ലേജിൽ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും മണി എന്താ പറയാ വേണം എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ആ വീഡിയോ ചെക്ക് ചെയ്യാത്തോണ്ടെങ്കിൽ മണി ഗ്രൈൻഡിങ് ഇവിടെ ഇല്ല. നമ്മുടെ ഇവിടെ ഉള്ള റിച്ച് മാൻ എടുത്തിട്ട് ഓക്കെ. അപ്പം മോബിലിറ്റി സ്റ്റോർ ഹിസ്റ്റോർ മണി നമുക്ക് ബോട്ട് എടുത്തിട്ട് നമുക്ക് ഡാഷ് ചെയ്യാറുള്ളൂ. തിരിച്ച് അവിടെ ഒരു ആ കുഞ്ഞിലുണ്ടല്ലോ കഴിഞ്ഞോടൊരു മോപ്പിയോടൊന്നും ഗൈസ് നമ്മൾ ബാക്ക് പരത്തില് കാണുന്ന റേസ് ഇട്ടിട്ട് ഞാൻ എടുത്തും അത് നമുക്ക് കുറച്ച് വേണ്ടെടുത്ത് സംസാരിക്കാം. അപ്പം അവൻ നമുക്ക് റെലിക്ക് തരും. താങ്ക്സ് ഗിവിങ് റെലിക്ക് തരും നമുക്ക്. ഇനിയാണ് നമ്മൾ ജംഗിൾ പോകണ്ട മെയിൻ കാര്യം. ഇനിയാണ് ജംഗിൾ പോകണ്ട റെലിക്ക് ഇവിടെ നമ്മളെ റെലിക്ക് ഇവിടെ ഒന്നുമില്ലേ. റെലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 13 മിനിറ്റ്സിൽ സെർവർ ഹോപ്പ് ചെയ്യാം. കാണാരെ സെർവർ ഹോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത്ര ഉള്ളൂ ഇനി അത്ര ഉള്ളൂ. എന്നിട്ട് കൊല്ല സൈബർ എടുക്കുക, നേരെ അപ്പർ സ്കൈലാൻഡിൽ പോയിട്ട് ഇൻസ്റ്റിറ്റ് വാങ്ങിക്കുക. അത്ര ഉള്ളൂ. ഇതിൻ്റെ പൈസയാവും കുഴപ്പമില്ല. പൈസ ഇപ്പം നമ്മ പൈസ അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആലീലാലോ അങ്ങനെയാവും. പൈസ നമ്മൾ പൈസ നമുക്ക് നേരെ 13 മിനിറ്റ് 14
നമ്മ ഫേക്ക് ബോംബിൽ കയറിയിട്ടുണ്ട്. ഫേക്ക് ബോംബ് ബോംബിൽ കയറിയിട്ടുണ്ട്. നമ്മ ഫേക്ക് ബോംബിൽ കയറിയിട്ടുണ്ട്. ഫേക്ക് ബോംബിൽ കയറിയിട്ടുണ്ട്. നമ്മ ഫേക്ക് ബോംബിൽ കയറിയിട്ടുണ്ട്. ഇതിന് ഓടാൻ അധികം സമയം കൊടുക്കുന്നില്ല ഇപ്പോൾ. കാരണം ഇപ്പം നെറ്റ് ഓക്കണേ. ഇപ്പം നെറ്റ് ഓക്കണം. നെറ്റ് ഒന്നുമില്ല. എന്റെ ചങ്ങായി ഓക്കെ. അപ്പൊ നമ്മൾ ഷേബർ കിട്ടുന്നുണ്ട്. ഒരു ഗ്രാൻഡ് ബ്രിട്ടേറ്റ് വാങ്ങാം. ഗ്രാൻഡ് നോക്കാതെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അയ്യോ 7-6 6 കളിച്ചു ഒട്ടും ഇഷ്ടമല്ലാത്ത ഒട്ടുകെട്ട സാധനം. അത് ഞാൻ ഇപ്പോഴും പറയും, എപ്പോഴും പറയും, എപ്പോഴും പറയും. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സാധനം. നമുക്ക് നമുക്ക് നേരെ പോവാം അപ്പക്കൈയിലോട്ട്. നമുക്ക് നേരെ പോവാം അപ്പക്കൈയിലോട്ട്. അപ്പക്കൈയില് പോയിട്ട് ഇൻസെക്ട് വാങ്ങിക്കണ്ടേ ചങ്ങായെ. അപ്പക്കൈയില് പോയിട്ട് ഇൻസെക്ട് വാങ്ങണ്ടേ ചങ്ങായെ. എന്റെ ചങ്ങായെ അപ്പർക്കായി പോയിട്ട് ഇൻസെക്ട് വാങ്ങണ്ടേ ചങ്ങായെ. അവിടെയാണ് നമ്മുടെ സ്കൈലാൻഡ് ഉള്ളത്. അവിടെയാണ് നമ്മുടെ സ്കൈലാൻഡ് ഉള്ളത്. കണ്ടോ ഗായ്സ്, കണ്ടോ ഗായ്സ് സ്കൈലാൻഡിലെത്തിയത്. കണ്ടോ ഗായ്സ്, കണ്ടോ ഗായ്സ് സ്കൈലാൻഡിലെത്തിയത്. നമുക്ക് നേരെ പോവാം. ഇൻസെക്ട് വാങ്ങിട്ട്
ഉണ്ടല്ല ഇവിടെ ഇത് ഏറ്റവും പെട്ടെന്ന് എത്താൻ പറ്റുന്ന വഴി സീന്ന് മാറിയിട്ട് ഐലൻഡിലേക്ക് പോകും. ഇനി നമ്മൾ എവിടെ എത്തുന്നു? ഇവിടെ എല്ലാതും റീച്ചനാകും. നമ്മൾ എവിടെ എത്തി ഇവിടുന്ന് നമ്മളല്ല എപ്പോഴും ഇവിടുന്ന് എടുക്കും, ഇവിടുന്ന് എടുക്കും, പിന്നെ താഴത്തുനിന്ന് 2 സ്ഥലത്തില്ലേ അവിടെ നിന്ന് എടുക്കും. മണി ഗ്രേഞ്ച് തന്നെ ഇതിന് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എടുക്കും. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് എടുക്കും. ബാക്കിൽ നിന്ന് വന്നിട്ട് നമ്മളുടെ ഈ തണൽ വഴി ഇങ്ങനെ പോകും. അപ്പർ സ്കൈക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അവിടെ കുറേ ഉണ്ട്. ലക്ഷക്കണക്കിന് ട്രഷറാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കണ്ട, അങ്ങനെ പോയി നമ്മൾ മണിയിലേക്ക് ഇവിടുന്ന് എന്താ പറയുക, ഇവിടെ അടി വാങ്ങിച്ച ഇവിടെ പോവാ, ഇങ്ങോട്ട് ഇവിടുന്ന് വരാം, ബുദ്ധ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം പോലും മണി നമ്മൾ എന്താണ് ഇങ്ങനെ ചോദിക്കാം, 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 ഇങ്ങനെ അവർക്കല്ല ഇതിൻ്റെ അടുത്ത് പോയിട്ട് അയ്യോ അയ്യോ അത് ശ്രദ്ധിച്ചില്ല. നമുക്ക് കുഞ്ഞു പിള്ളേരല്ലേ അവന് വരും. നമുക്ക് അയ്യോ ഇനി നമ്മൾ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ആട്ടെ നോക്കാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയായിരുന്നു? ഇത് എക്സൈറ്റിംഗ് ആയെന്ന് കമൻറ്റിൽ പറയാം. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാട്ടിന് വേണ്ടി കമൻറ്റ് ചെയ്യുക.